2014 ഫെബ്രുവരി 20 ആഗ്ര. വിജയ് ശർമ്മ തൻ്റെ വീടിൻ്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ വാതിലിനോട് ചേർന്ന് തന്നെ തൻ്റെ വളർത്തുനായ ചത്തുകിടക്കുകയാണ്. പെട്ടെന്ന് ഭാര്യയെ അന്വേഷിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ബാത്റൂമിനോട് ചേർന്ന് തൻ്റെ ഭാര്യ നീലം ശർമ്മയും മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഒരു കൊലപാതകം. അന്നത്തെ ദിവസം ആ വീട്ടിലുണ്ടായിരുന്നത് വിജയ് ശർമ്മയുടെ ഭാര്യ നീലം ശർമ്മയും വളർത്തുമൃഗങ്ങളായ ഒരു നായയും ഒരു തത്തയുമാണ്. ഈ കൊലപാതകം ആരാണ് ചെയ്തത്? എന്തിനാണ് ചെയ്തത്? ഒരു മർഡർ കേസ് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസ് ഉണ്ടാവുകയാണെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ദൃക്സാക്ഷി എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ CCTV ഒക്കെയാണ് ഒരു ദൃക്സാക്ഷിയായിട്ട് വരുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വ്യത്യസ്തങ്ങളിൽ വ്യത്യസ്തമായി പക്ഷികൾ ദൃക്സാക്ഷി പറഞ്ഞ 2 കൊലപാതക കേസുകളെ കുറിച്ചാണ്. വെൽക്കം ടു 90s കിഡ്. ഞാൻ എൽദോസ്. വിജയ് ശർമ്മ ഒരു ലോക്കൽ ഹിന്ദി ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഭാര്യ നീലം ശർമ്മ. നീലം ശർമ്മയ്ക്ക് വളർത്തുമൃഗങ്ങളെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അവരുടെ വീട്ടിൽ ഒരു നായയെയും ഒരു തത്തയെയും വളർത്തുന്നുണ്ട്. ഇവയ്ക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ടാണ് വളർത്തുന്നത്. തത്തയ്ക്ക് സംസാരിക്കാനുള്ള കഴിവുവരെയുണ്ട്. എല്ലാവരുടെ ജീവിതം പോലെ തന്നെ ഇവരുടെ ജീവിതവും സാധാരണഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫ്രണ്ട് സർക്കിളിൽ നിന്നോ ഫാമിലി സർക്കിളിൽ നിന്നോ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെയിരിക്കെ 2014 ഫെബ്രുവരി 20 വിജയ് ശർമ്മയുടെ വീട്ടിൽ വെച്ച് ഭാര്യ നീലം ശർമ്മയും വളർത്തുനായയും കൊല്ലപ്പെടുകയാണ്. ഒരു മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണെന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ കൺഫേം ചെയ്തു. എന്നാൽ പിന്നീടുണ്ടായ സെർച്ചിൽ ആ വീട്ടിൽ പുറത്തുനിന്ന് വന്ന ഒരാൾ ആക്രമിച്ചു എന്ന രീതിയിൽ ഒരു തെളിവും കിട്ടിയില്ല. അവിടെ നിന്ന് ശേഖരിച്ച ഫിംഗർ പ്രിൻറ്റ്സ് എല്ലാം സാധാരണയായി ആ വീട്ടിൽ വരുന്നവരുടെ തന്നെയായിരുന്നു. വീടിൻ്റെ വാതിലോ ജനലോ ഒന്നും തന്നെ തകർത്തിട്ടുമില്ല. ഈ കാര്യങ്ങളൊക്കെ വെച്ച് പോലീസ് വിജയ് ശർമ്മയോട് പറഞ്ഞു, ഈ കൊലപാതകം ചെയ്തവർക്ക് വാതിൽ തുറന്നു കൊടുത്തത് ഭാര്യ നീലം ശർമ്മ തന്നെയായിരിക്കും. അവർ കുറച്ചു നേരം അവിടെ സംസാരിച്ചിട്ടുമുണ്ടാകും. ഈ കൊലപാതകി ഒന്നുകിൽ എപ്പോഴും വീട്ടിൽ വരുന്ന ഒരാളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആകാനാണ് സാധ്യത എന്നും പറഞ്ഞു. അതുകൊണ്ട് വീട്ടിൽ വരാറുള്ള എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്തു. പക്ഷേ ഇവരിൽ നിന്നും യാതൊരു ക്ലൂവും പോലീസിന് ലഭിച്ചില്ല. വീട്ടിലുണ്ടായിരുന്ന തത്ത ഈ കൊലപാതകത്തിന് ശേഷം ഒന്നും കഴിക്കുകയോ സംസാരിക്കുകയോ പോലും ചെയ്തിട്ടില്ല. ഒരു മരണം നടന്ന വീടായതുകൊണ്ട് ഒരുപാട് പേർ വീട്ടിൽ വന്ന് വിജയ് ശർമ്മയോട് അനുശോചനം അറിയിച്ചിട്ട് പോകുന്നുണ്ടായി. അങ്ങനെയിരിക്കെ അശുതോഷ് എന്നു പേരുള്ള വിജയ് ശർമ്മയുടെ അനന്തരവൻ വീട്ടിലേക്ക് വന്നു. വിജയ് ശർമ്മയായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന തത്ത വലിയ രീതിയിൽ അലറി ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് ഒച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം വിജയ് ശർമ്മ ശ്രദ്ധിച്ചു. അത്രയും നേരം മിണ്ടാതെയും ഒന്നും കഴിക്കാതെയും ഇരുന്ന തത്ത എന്തുകൊണ്ടാണ് ആ സമയത്ത് ഇത്രമാത്രം ഒച്ച വെച്ചതെന്ന് അദ്ദേഹം സംശയിച്ചു. അന്ന് രാത്രിയിൽ വിജയ് ശർമ്മ തത്തയുടെ അടുത്ത് പോയിരുന്ന് സംശയമുള്ളവരുടെ പേരുകൾ ഓരോന്നോരോന്നായി പറയാൻ തുടങ്ങി. അതുവരെ വളരെ നിശബ്ദമായിട്ടിരുന്ന തത്ത അശുതോഷിന്റെ പേര് പറഞ്ഞപ്പോൾ വലിയ രീതിയിൽ ഉസ്നേമാര എന്ന് പറഞ്ഞ് അലറാൻ തുടങ്ങി. ഈ കാര്യം വിജയ് ശർമ്മ പോലീസിനെ അറിയിക്കുകയും പോലീസ് അശുതോഷിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അശുതോഷ് കുറ്റം സമ്മതിച്ചു. അശുതോഷ് തന്റെ സംഘത്തിനൊപ്പം ആ വീട്ടിൽ കൊള്ളയടിക്കാൻ ചെന്നപ്പോൾ നീലം ശർമ്മയ്ക്ക് അവരെ പരിചയമുള്ളതുകൊണ്ട് നീലം ശർമ്മ അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുകയായിരുന്നു. കണ്ടു പരിചയമുള്ളതുകൊണ്ട് ആ ഒരു നായയും ഒച്ച ഉണ്ടാക്കിയില്ല. എന്നിട്ട് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി അവിടെ ഉണ്ടായിരുന്ന പണവും ആഭരണവും തരാൻ അവർ ആവശ്യപ്പെട്ടു. ഈ ഒരു കൊള്ള ആരും അറിയാതിരിക്കാൻ നീലം ശർമ്മയെയും അവിടെ ശക്തിയായി കുരച്ചുകൊണ്ടിരുന്ന നായയെയും കൊല്ലുകയായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് അവർ അന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ആ ഒരു തത്തയെ അന്ന് അവർ അവിടെ കണ്ടിരുന്നുവെന്നും എന്നാൽ അത് വളരെ നിശബ്ദമായിട്ട് ഇരുന്നതുകൊണ്ട് അതിനെ ഒന്നും ചെയ്യാതെ അവർ പോവുകയായിരുന്നു എന്നും കൂടെ പറഞ്ഞു. പക്ഷേ ആ തത്തയാണ് പിന്നീട് അവരെ കുടുക്കാൻ പോകുന്നതെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. മറ്റൊരു സ്ഥലത്ത് ഇതിലും ബ്രില്യൻ്റായ രീതിയിൽ ഒരു മർഡർ കേസ് തെളിയിക്കപ്പെട്ടു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് മിഷിഗൺ എന്ന സ്ഥലത്ത് 45-കാരനായ മാർട്ടിയും ഭാര്യ 49 വയസ്സുള്ള ഗ്ലെനും വീടിനുള്ളിൽ വെടിയേറ്റ് കിടക്കുകയാണ്. മാർട്ടിയുടെ ദേഹത്ത് 5 ബുള്ളറ്റ്സ് ഏറ്റ് തൽക്ഷണം മരിച്ചു. ഗ്ലെനയുടെ ദേഹത്ത് 1 ബുള്ളറ്റ് ഉണ്ടെങ്കിലും മരിക്കാതെ രക്ഷപ്പെട്ടു. ഈ ഒരു സമയത്ത് അവർ വീട്ടിൽ വളർത്തുന്ന ആഫ്രിക്കൻ ഗ്രേ പാരറ്റും ഉണ്ടായിരുന്നു. ആദ്യം പോലീസ് വിചാരിച്ചത് അവരെ പുറത്തുനിന്ന് ആരോ വന്ന് ആക്രമിച്ചതാണെന്നാണ്. പക്ഷേ ഈ ഒരു സംശയം അവിടെ ഉണ്ടായിരുന്ന കിളി സംസാരിക്കുന്നത് വരെ മാത്രമായിരുന്നു. ആ കിളി പിന്നീട് സംസാരിച്ചത് അവിടെ എന്താണ് സംഭവിച്ചത്, ആരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ എല്ലാം കോൺവെർസേഷൻ ഒരു മിമിക്രി പോലെ പറയുകയായിരുന്നു. ഈ തത്തയുടെ കോൺവെർസേഷനിൽ നിന്ന് ഈ കൊലപാതകം ചെയ്തത് മാർട്ടിയുടെ ഭാര്യ ഗ്ലെന തന്നെയാണെന്ന് മനസ്സിലായി. പിന്നീട് ഗ്ലെനയെ വിചാരണ ചെയ്യുകയും ഗ്ലെന കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം നടന്നെന്ന് ഗ്ലെനയും മാർട്ടിയും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നിരുന്നു. അവർ വലിയൊരു ഫിനാൻഷ്യൽ പ്രോബ്ലത്തിൽ അകപ്പെടുകയും അവരുടെ വീട് വരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതിൻ്റെ പേരിലുള്ള വഴക്കിനിടയിലാണ് ഗ്ലെന മാർട്ടിയെ വെടിവെച്ചു കൊന്നതും പിന്നീട് ഗ്ലെന സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതും. ഈ കേസിനെ കുറിച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ അന്ന് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് നടത്തിയ ആ സംഭാഷണത്തിൻ്റെ ഒരു ഫൂട്ടേജ് കാണാൻ സാധിച്ചു. അത് നമുക്കൊന്ന് കാണാം. Shut up
ഈ കേസിൻ്റെ ദൃക്സാക്ഷിയായിരുന്ന ആഫ്രിക്കൻ ഗ്രേ പാരറ്റിനെ പിന്നീട് മാർട്ടിയുടെ എക്സ് വൈഫ് ക്രിസ്റ്റീന കെല്ലറാണ് വളർത്തുന്നത്. ആഫ്രിക്കൻ ഗ്രേ പാരറ്റിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പക്ഷിയാണെന്നാണ് പക്ഷി നിരീക്ഷകരെല്ലാം പറയുന്നത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.